ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോമിനൽ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ മലയാളം നാമമാത്രമായ അക്കൗണ്ട് എന്നാണ്. അതായത് ഒരു വർഷത്തെ വരവുകളും ചെലവുകളും മുഴുവനും എഴുതി സൂക്ഷിച്ച് അതിൻ്റെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. നോമിനൽ അക്കൗണ്ടിന് കുറേ ഉദാഹരണങ്ങൾ ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരു ബിസിനസ്സുകാരൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചിലവിനെ ക്യാരിയേജ് ഇൻവേഴ്സ് എന്നും, അത് വിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിലവിനെ കാരിയേജ് ഔട്ട്വേഴ്സ് എന്നും പറയുന്നു. അതായത് വാഹന കൂലി കൊടുക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാലറി കൊടുക്കുന്നു, അതായത് ശമ്പളം കൊടുക്കുന്നു. റെൻ്റ് കൊടുക്കുന്നു, വാടക കൊടുക്കുന്നു. അഡ്വർടൈസ്മെൻറ്റ്, പരസ്യം കൊടുക്കുന്നു. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങുന്നു. റെൻ്റ് പെയ്ഡ്, വാടക കൊടുക്കുന്നു. കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ കൊടുക്കുന്നു. ഇൻഷുറൻസ് പെയ്ഡ്, ഇൻഷുറൻസ് കൊടുക്കുന്നു. ഓഡിറ്റ് ഫീസ് പെയ്ഡ്, ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് പെയ്ഡ്, പലിശ കൊടുക്കുന്നു. കമ്മീഷൻ പെയ്ഡ്, കമ്മീഷന് കൊടുക്കുന്നു. ഇങ്ങനെ ധാരാളം ചിലവുകളും എക്സ്പെൻസുകളും. നഷ്ടങ്ങൾ, അതായത് ബാഡ് ഡെബ്റ്റ്സ്, കിട്ടാക്കടം. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, സ്വത്തുക്കൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ. ഇവയെല്ലാം എക്സ്പെൻസസ് ആൻഡ് ലോസിൽ വരുന്നു. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇൻകം എന്ന് പറഞ്ഞാൽ വരവുകൾ. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടും, അതൊരു വരവാണ്. കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ കിട്ടുന്നു, അതൊരു വരവാണ്. റെൻ്റ് റിസീവ്ഡ്, വാടക കിട്ടുന്നു, അതൊരു വരവാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, എന്തെങ്കിലും അസറ്റ് വിൽക്കുമ്പോൾ അതിന് ലാഭം കിട്ടുന്നു. അപ്പം ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളെന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇത് ഒരു സാമ്പത്തിക വർഷത്തിലെ വരവുകളും ചിലവുകളും ഒരു വർഷത്തേത് മുഴുവനും എഴുതുന്നത് ആ വർഷം ഉണ്ടാകുന്ന ലാഭമാണോ നഷ്ടമാണോ ആ ബിസിനസ്സിന് എന്ന് നമുക്ക് അറിയുവാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണം, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചിലവുകൾ, എന്തൊക്കെ ചിലവുകൾ നമുക്കുണ്ടാകുന്നു, എന്തൊക്കെ നഷ്ടങ്ങൾ നമ്മൾക്കുണ്ടാകുന്നു, എന്തൊക്കെ ലാഭങ്ങൾ നമുക്കുണ്ടാകുന്നു, ഇങ്ങനെയുള്ളതെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഒരു വർഷത്തെ നമ്മുടെ ലാഭമാണോ നഷ്ടമാണോ നമുക്കുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുതന്നെയാണ് ഒരു സാധാരണ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനോ ആകട്ടെ, ബിസിനസ്സുകാർക്ക് തനത് വർഷത്തെ, അതായത് ആ വർഷത്തെ ആ അക്കൗണ്ടിങ് ഇയറിലെ ഏപ്രിൽ ടു മാർച്ച് ആണെങ്കിൽ അങ്ങനെ ഏതാണോ സാമ്പത്തിക ഇയറിലെ ബിസിനസ് നടത്തിയിട്ട് അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നറിയുവാനായിട്ട് ഈ വരവുകളും ചിലവുകളും നഷ്ടങ്ങളും ലാഭങ്ങളും എഴുതുന്നത് കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അത് എഴുതുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു വർഷം ഉണ്ടാകുന്ന ലാഭമോ നഷ്ടമോ, ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ബിസിനസ്സിൻ്റെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാനാണ് ഇത് എഴുതി വെക്കുന്നത്. അത് നമ്മൾക്ക് സാധാരണ സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ നമുക്കുണ്ടാകുന്ന ചിലവുകളെ, സാധാ ഉണ്ടാകുന്ന ചിലവുകളെല്ലാം എഴുതുക, വരവുകളെല്ലാം എഴുതുക, നഷ്ടങ്ങളെല്ലാം എഴുതുക, ലാഭങ്ങളെല്ലാം എഴുതുക. അത് തമ്മിൽ കൂട്ടി കുറച്ചെടുക്കുമ്പോൾ
ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ബിസിനസ് നടത്തുമ്പോഴും നമ്മൾക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ടത് കണക്കുകൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. കൃത്യമായി ഉണ്ടാകുന്ന ചിലവുകളും കൃത്യമായി ഉണ്ടാകുന്ന നഷ്ടങ്ങളും കൃത്യമായിട്ട് എത്ര ലാഭം കിട്ടി എത്ര വരവ് കിട്ടി എന്ന് നമ്മൾ എഴുതി വെച്ചാൽ ആ ഒരു ദിവസത്തെയോ ഒരാഴ്ചയിലെയോ ഒരു മാസത്തെയോ 6 മാസത്തെയോ ഒരു വർഷത്തെയോ ലാഭം വേറെ വേറെ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇത് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോ റൂള് വെച്ചും അക്കൗണ്ട് പഠിക്കുന്നത്. 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ നമ്മൾ പഠിക്കുന്നു. അതിനുള്ള എക്സാമ്പിളും നമ്മൾ പഠിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഓൾ അസറ്റ്സ്, എല്ലാ അസറ്റുകളും സ്വത്തുക്കളും ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓൾ എക്സ്പെൻസസ്, ചിലവുകളെല്ലാം ഡെബിറ്റിൽ എഴുതണം. ഓൾ ലോസസ് എല്ലാം ഡെബിറ്റിൽ എഴുതണം. ഡെബിറ്റ് ഓൾ അസറ്റ്സ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ഡെബിറ്റ് ഓൾ ലോസസ്. എല്ലാ എക്സ്പെൻസുകളും പ്രത്യേകം നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പരസ്യം കൊടുക്കുന്നു, ഒരു ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നു, വാഹന കൂലി കൊടുക്കുന്നു, ഡ്യൂട്ടി കൊടുക്കുന്നു, ഫ്യൂവൽ ആൻഡ് പവർ, ഇന്ധന ചിലവുകൾ, ഇങ്ങനെയുള്ള മൊത്തം ചിലവുകളും നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അസറ്റുകളുടെ പേരുകൾ, ഇവയെല്ലാം നഷ്ടങ്ങൾ. ഒരു ലാൻഡ് വിറ്റു, നഷ്ടമുണ്ടായി. 1,00,000 രൂപയുടെ ലാൻഡ് വാങ്ങി, അത് 90,000 രൂപയ്ക്ക് വിറ്റാൽ 10,000 രൂപ അവിടെ നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങുന്ന വിലയിൽ കുറച്ചാണ് വിൽക്കുന്നതെങ്കിൽ അത് നഷ്ടമായിരിക്കും. വാങ്ങുന്ന ഒരു സാധനം വാങ്ങുന്ന വിലയിൽ കൂടിയ വിലയ്ക്ക് നമ്മൾ വിറ്റാൽ അത് ലാഭമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ അതിന് പറഞ്ഞാൽ, നമ്മൾ ഒരു പേന വാങ്ങി 10 രൂപ കൊടുത്ത് വാങ്ങി 11 രൂപയ്ക്ക് വിറ്റാൽ 1 രൂപ അവിടെ നമുക്ക് ലാഭമാണ്. 10 രൂപയുടെ സാധനം 8 രൂപയ്ക്ക് വിറ്റാൽ 2 രൂപ അവിടെ നഷ്ടമാണ്. അങ്ങനെ ഓരോ രൂപയും നമ്മൾ മനസ്സിലാക്കി നഷ്ടവും ലാഭവും കണ്ടുപിടിക്കണം. അപ്പം നഷ്ടം ഏതാണ്, ലാഭം ഏതാണ്, എക്സ്പെൻസസ് ഏതാണ്, അസറ്റുകൾ ഏതൊക്കെ, ഒരു ബിസിനസ്സുകാരന് സ്വത്തുക്കൾ ഏതൊക്കെയുണ്ട്, അവയെല്ലാം പഠിച്ചാൽ ഡെബിറ്റ് ഓൾ അസറ്റ്സ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ഡെബിറ്റ് ഓൾ ലോസസ്. അതിന് എക്സാമ്പിളും പഠിച്ചാൽ ഡെബിറ്റ് സൈഡായി. എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ഡെബിറ്റ് ക്രെഡിറ്റ്. ഓരോന്നും നമ്മളെ പ്രത്യേകമായി അസറ്റ് ഏതാ എന്ന് പഠിക്കണം. അതുപോലെ അപ്പോൾ നമ്മൾ പഠിച്ചത് റിയൽ അക്കൗണ്ടിന് എക്സാമ്പിൾ പഠിച്ചു, പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾ പഠിച്ചു, നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിൾ പഠിച്ചു. ഇനിയും അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നമ്മുടെ ബ്രെയിനിൽ അത് ഫിക്സ് ചെയ്ത് വെക്കണം. റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രം മതി, അത് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവരും എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ചത് മനസ്സിൽ, അതായത് ബ്രെയിനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും എന്നിൽ കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീണ്ടും ആ ക്ലാസ് ഞാൻ സമയോചിതമായിട്ട് എടുത്തു തരുന്നതായിരിക്കും. +2-ൻ്റെയും BCom-ൻ്റെയും MCom-ൻ്റെയും ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടുകളെല്ലാം ഞാൻ കുറേശ്ശെയായി, ബാങ്ക് അക്കൗണ്ട്, ഇവയെല്ലാം ഞാൻ കുറേശ്ശെയായി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് സമയോചിതമായിട്ട് തരാം എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു.